തേക്കടി പുഷ്പമേള കാണാനായിട്ട് തേക്കടിയിലോട്ട് പോയതല്ല, കൊടൈക്കനാലിൽ പോയിട്ട് കറങ്ങി വന്ന് വണ്ടിപ്പെരിയാർ വഴിയൊക്കെ മുന്തിരി ഫാമൊക്കെ കണ്ട് നമ്മൾ നേരെ വന്ന് തേക്കടി പുഷ്പമേളയിൽ വന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യവിരുന്നാണ് ഒരുക്കിയിരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പ്ലാന്റുകൾ, നല്ല അറേഞ്ച്മെൻറ്റ്, അതേപോലെ തന്നെ കണ്ടില്ലേ വലിയ കവറിനകത്താണ് ഈ പ്ലാന്റുകൾ വെച്ചിരിക്കുന്നത്. പക്ഷേ നല്ല ഭംഗിയായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പം വളരെ മനോഹരമായിട്ട് കണ്ടു. പക്ഷേ എന്നാൽ ഒരുപാട് ലാസ്റ്റിയോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല. എന്നാലും നല്ല ഭംഗിയായിട്ട് പ്ലാന്റ് നിൽക്കുന്നത് കണ്ടപ്പം ഒരു പുതിയ വെറൈറ്റി പോലെ അല്ലേ, പോയിൻസെറ്റിയുടെ പുതിയൊരു വെറൈറ്റി പോലെ ഇരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ കണ്ടില്ലേ പഴയ ചീരച്ചെടിയൊക്കെ കണക്ക് തോന്നി. അതിനകത്ത് കുറേ സീഡ് പോലെ കണ്ടു. നമ്മൾ ഫാമിലിയായിട്ടൊക്കെ എല്ലാവരുമായിട്ടാണ് പോയത്. പീലി ബാക്കി എല്ലാവരും ഉണ്ട്. അതേപോലെ തന്നെ പ്ലാന്റ് സെയിൽ ഇത്രയൊരു ഏരിയയിലാണ് കണ്ടത്. അതിനകത്ത് കണ്ടില്ലേ സെയിലിനായിട്ടല്ല, ഒരു ഡിസ്പ്ലേ ആണ് അവർ മെയിനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. നല്ല കിടിലം അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു കാണാനായിട്ട്. ഒരുപാട് പേര് എല്ലാവരും നല്ല അഭിപ്രായമാണ് ഫ്ലവർ അറേഞ്ചിനെ പറ്റിയിട്ട് പറയുന്നത്. ഏകദേശം ഒരു 15,000-20,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആണ് ഫ്ലവർ അറേഞ്ച് ചെയ്തിരുന്നത്. സൂര്യകാന്തി അതേപോലെ തന്നെയുള്ള വെറൈറ്റി പ്ലാന്റുകൾ, എന്താ പറയുക, ബോൾസം, ചൈനീസ് ബോൾസത്തിൻ്റെ കുറച്ച് വെറൈറ്റികളൊക്കെ കാണാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ സീനിയ, പിന്നെ എല്ലാവരും ഫാമിലിയായിട്ടാണ് നമ്മൾ വന്നത്. കണ്ടില്ലേ നല്ല അറേഞ്ച്മെൻറ്റാണ്, പറയാതിരിക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, പറയാൻ അത്ര കിടിലുമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സെറ്റിങ്ങിനെ പറ്റി ഒന്നും പറയാനില്ല. നല്ല വെൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ പാത്തിഫില്ലം, അതായത് പീസ് ലില്ലിയാണ് ആ ഒരു ഏരിയ കവർ ചെയ്ത് നിറച്ച് സെറ്റാക്കി നിർത്തിയേക്കുന്നത്. അതേപോലെ ഇതിന് ഒരുപാട് വെള്ളം വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ മഴ ആയതുകൊണ്ട് ചെന്നപ്പോഴേ ഇച്ചിരി നല്ല മഴ കിട്ടിയൊരു സമയമായിരുന്നു. അതിനകത്ത് ദാണ്ട് ഇതേപോലെ ബന്ദിയാവട്ടെ, ജമന്തി ആവട്ടെ, അതേപോലെ തന്നെ ഇതുകൊണ്ട് കണ്ടില്ലേ ഓരോ അറേഞ്ച്മെൻറ്റും കണ്ട് മനസ്സിലാക്കാൻ വേണ്ടതുകൊണ്ട് അവിടെ ഒരു താജ്മഹൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ അത് ഫ്ലവറായിട്ടല്ല കണ്ടത്, പക്ഷെ എന്നാലും നല്ല അറേഞ്ച്മെൻറ്റായിട്ടാണ്. ആ പാസേജൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുത്തേക്കുന്ന ഒരു പാസേജ്. അതേപോലെ കറങ്ങി കഴിയുമ്പോൾ കുറേ സ്റ്റാളുകളൊക്കെ കണ്ടു. അതേപോലെ നല്ല സീസൺ പ്ലാന്റുകളാണ് ഈ കാണുന്ന എല്ലാ സീസൺ ഐറ്റംസും. അതുപോലെ കോഫിയ, അതുപോലെ പുല്ലിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ നടുക്കാണ് ഈ പ്ലാന്റുകളെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ചൈനീസ് ബോൾസത്തിൻ്റെ പൂനെ വെറൈറ്റി, അതേപോലെ ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് കുറേ പെൻറ്റാസ്, കുറേ പ്ലാന്റുകളുണ്ട്. ഇതായിരിക്കുന്നത് മൊത്തം എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ കമൻറ്റ് രൂപേണ അറിയിക്കുക എങ്ങനെയുണ്ടത് കേട്ടോ. പീലിക്ക് എങ്ങോട്ട് നോക്കിയിട്ടും ഒരു രക്ഷയില്ല, എങ്ങനെ ഏതെങ്കിലും പറിച്ചോളാൻ വയ്യാതാണ് അവൾ നിൽക്കുന്നത്. അതേപോലെ സീനിയ, പിന്നീട് വീണ്ടും ജമന്തി കുറേ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ച് വെച്ചേക്കുന്നതാണ് ഇതിനകത്ത് കൂടുതൽ അറേഞ്ച് ചെയ്തേക്കുന്നത് അല്ലേ. നല്ല ജമന്തി ഐറ്റംസ്, സീസൺ ഐറ്റംസ് അതില്ലേ, അത് സിലോഷ്യ, അതേപോലെ തന്നെ ചൈനീസ് ബോൾസും ഒരു മൗണ്ട് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ചട്ടിയിൽ തന്നെയാണ് ചകിരിച്ചോറാണ് വെച്ചത്. ചകിരിച്ചോറ് വെച്ച് സെറ്റ് ചെയ്ത് മേളിലോട്ട് ഒരു കൂന പോലെ ആക്കിയതിന് ശേഷം അതിനെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം പ്ലാന്റ് അടുക്കിയേക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്നാലും ഇതാണ് കണ്ടില്ലേ, അതേപോലെ നല്ല കിടിലമായിട്ടുള്ള സീനിയ ഉണ്ട്. അതേപോലെ തന്നെ കുറേ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്, നേരത്തെ എഴുതി തയ്യാറാക്കിയതൊന്നും പറയുന്നതല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അത് ആർക്കെങ്കിലും അങ്ങനെ വിരസതമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതേപോലെ തന്നെ ആളുകൾ അന്ന് ചെന്നപ്പോൾ ഇച്ചിരി കുറവായിരുന്നു, എന്നാലും നല്ല സെറ്റായിട്ടാണ് അവർ അറേഞ്ച്മെൻറ്റൊക്കെ അടിപൊളി. ഇനിയിപ്പോൾ കുറേ ദിവസത്തേക്ക് കൂടെ ഉണ്ട്. നിങ്ങളും കൂടെയൊക്കെ ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. പൂക്കൾ ഒരുപാട് ലൈഫ് ഉള്ളതല്ല, എന്നാൽ മാക്സിമം പോയി കാണാനായിട്ട് ശ്രമിക്കുക. സീസൺ പ്ലാന്റുകൾ പെട്ടെന്ന് അറിയാമല്ലോ, വെള്ളം ഓവറായിട്ട് വീഴാൻ പാടില്ല. നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നല്ല പ്ലാന്റുകളൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തുകൊണ്ട്. അതുകൊണ്ട് കണ്ടില്ലേ അതിനകത്ത് പുല്ലൊക്കെ നല്ല രസമായിട്ടുള്ള കൊറിയൻ വെറൈറ്റി പുല്ലാണ്. അതേപോലെ തന്നെ ഇതാണ്ട് റോട്ടറി ക്ലബ്ബും കൂടെ ചേർന്നിട്ടാണ് നടത്തിയിരിക്കുന്നത്. ഇത് എന്താ പറയുക, ഇംപേഷ്യൻസ് അല്ലെങ്കിൽ പൂനെ വെറൈറ്റി ചൈനീസ് ബോൾസ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ്. ഒരുപാട് വെള്ളം വേണ്ടാത്ത ഒരു പ്ലാന്റാണ്. അതും ഈ അറേഞ്ച്മെൻറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇച്ചിരി തണുപ്പൊക്കെ ഉള്ള ഏരിയ ആണല്ലേ, തേക്കടി ഭാഗമൊക്കെ ആയതുകൊണ്ട് നല്ല കുറേയും കൂടെയൊക്കെ ലാസ്റ്റ് ചെയ്യും. നമ്മളെ വെയിലത്താണ് ഇത് അധികം താങ്ങാത്തത്. കൊല്ലമൊക്കെ ഏകദേശം 35 ഡിഗ്രിയൊക്കെ ഇങ്ങനെ ചൂട് ഭയങ്കരമായിട്ട് സെറ്റപ്പാക്കി ഒക്കെ നിൽക്കുന്നത് കൊണ്ട് ഇത്രയും കൂടുതൽ ദിവസം ഇത് ലാസ്റ്റ് ചെയ്യണമെന്നില്ല.
കാര്യം മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇച്ചിരി കൂടെ തണുപ്പൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഒരു മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ ആയിട്ട് നിൽക്കും, നല്ലപോലെ പ്ലാന്റിന് സർവൈവ് ചെയ്യാനുള്ളൊരു സാധനം കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ആശ്രമ മൈതാനത്തൊക്കെ ഇതേപോലെ കൊണ്ടുവന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ചിരിച്ചിരിക്കും ചെടി. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വെള്ളത്തിന് ഷോർട്ടേജൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല അതൊക്കെ മാറും. ഇപ്പം എന്തായാലും ദൈവം സഹായിച്ച് എന്തായാലും 2 ദിവസം നല്ല അടിപൊളിയായിട്ടുള്ള 2 മഴ കിട്ടി. അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. പിന്നെ പ്ലാന്റുകളൊക്കെ നല്ല ഉഷാറാവുന്നുണ്ട്. അതേപോലെ നമ്മളെ കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് ഒരു വലിയ വമ്പൻ മേള വരുന്നുണ്ട്. ഇന്ന് മുതൽ അത് സ്റ്റാർട്ടിംഗ് ആണ്. ഒരു സരസ് മേളയാണ്, സരസ് എന്നറിയപ്പെടുന്ന മേളയാണ് വരുന്നത്. ഭയങ്കരമായ ഒരു മേളയാണ്. കൊല്ലത്ത് വരുന്നവർ തീർച്ചയായിട്ടും കയറി കാണണം. ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വരുന്ന ഒരു മേളയാണ് സരസ് മേള. ഒരുപാട് പേർക്ക് അറിയാവുന്ന മേളയാണ്. അതുപോലെ തന്നെ വെറൈറ്റി ഫുഡ് ഫ്യൂഷൻ തന്നെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. ഏകദേശം 250-ന് മുകളിൽ സ്റ്റാളുകളുണ്ട്. പല സംസ്ഥാനത്തു നിന്ന് വന്ന ആളുകൾ അവരുടെ തനിമയാർന്ന കുറേ ഉൽപ്പന്നങ്ങളും ഒക്കെ അതിനകത്ത് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഭാവിയിൽ ഇടും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇടാം. ഒന്ന് ഫ്രീ ആകുമ്പോൾ ഇടാം. അന്നേരം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഏവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.